എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അരുളുന്നു. ഈ മിനിസ്ട്രിയുടെ പേരിൽ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായി നടക്കുന്ന ഈ വചന പ്രഘോഷണ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവദാസനോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇപ്രകാരം ഒരു അവസരം ഈ അൽഫ ചാനലിൽ പ്രിയ ദൈവദാസനിലൂടെ ദൈവം ഒരുക്കിക്കൊണ്ടുവന്നത് തീർച്ചയായും എനിക്കും സന്തോഷവും, അതോടൊപ്പം നിങ്ങളോടൊരുമിച്ചുള്ള കൂട്ടായ്മ, ദൈവസ്നേഹത്തിലുള്ള ഈ കൂട്ടായ്മ തീർച്ചയായും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് മുഖാന്തരമാകും എന്നുള്ളതിൽ സംശയമില്ല. വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ സന്ദേശം അവസാനിപ്പിക്കേണ്ടതായതുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറെഡി എൻ്റെ പേര് മറ്റു കാര്യങ്ങളൊക്കെ ആ പോസ്റ്ററിലുണ്ടല്ലോ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കും. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ നിറവോടെ, ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ ജ്വലനത്തോടെ ഈ വല്ലാത്ത കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ ശബ്ദമാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രവാചക ദൗത്യമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മയെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ സഭയിലൂടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി സഭയെ ദൈവം ഒരു പ്രവാചക ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാനമായ വിഷയം എന്ന് പറയുന്നത്. എന്നാൽ ആ വിഷയത്തിന് ആധാരമായി ഒരു ദൈവവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണിത്. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാനെക്കുറിച്ചാണ്, യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം. അവിടെ യോഹന്നാൻ ഒരു സന്ദേശം അറിയിക്കുകയാണ്. സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം രണ്ടും ഒന്നു തന്നെയാണ്. എന്നാൽ വിവിധ കോണ്ടെക്സ്റ്റുകളിൽ അത് സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും ഒക്കെ പറയുന്നതേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. മരുഭൂമിയിൽ നിന്നാണ് ഈ മനുഷ്യൻ വരുന്നത്. നമുക്കറിയാം, മരുഭൂമി ഒരുപാട് യാതനകളുടെ, വേദനകളുടെ, അനിശ്ചിതത്വത്തിൻ്റെ സ്ഥലമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവം മരുഭൂമിയിലേക്ക് ആളുകളെ വശീകരിച്ചുകൊണ്ട് പോകുന്നു. ഇസ്രായേൽ ജനം ആ പുറപ്പാടിൻ്റെ എല്ലാ മേഖലകളും കടന്നുപോയത് മരുഭൂമിയിലാണ്. യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്നത് നമുക്ക് കാണുന്നത് മരുഭൂമിയിലാണ്. അതുതന്നെ ഒരു വിഷയമാണ്. എന്നാൽ നമുക്കിന്ന് ചിന്തിക്കാനുള്ള വിഷയത്തിലേക്ക് മടങ്ങി വരാം. മരുഭൂമിയിൽ നിന്ന് പ്രവാചകനായ യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിനായി
ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവത്തിൻ്റെ നിയോഗത്തോടെ കടന്നു വരുന്ന യോഹന്നാൻ സ്നാപകൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഒരു പ്രവാചക ശബ്ദമായി കടന്നു വരികയാണ്. ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ അനോയിൻറ്റിങ്ങോടെ, ഒരു പ്രൊഫറ്റിക്കൽ വോയിസോടെ, ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ചിന്തയ്ക്ക് വേണ്ടി ഉള്ള ഭാഗത്തിലേക്കൊന്ന് ഞാൻ കടന്നു വരാം. 3-ാമത്തെ വാക്യമാണ്. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതൊന്ന് തെളിവായി വരും. ഫോർ ദിസ് ഈസ് ദ വൺ റെഫേർഡ് ടു ബൈ ഐസയ. യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, യെശയ്യാവ് പ്രവചിച്ച ആ മനുഷ്യൻ ഇവനാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം വെളിപ്പെടുന്നത് ഈ മനുഷ്യനിലാണ്. ഇവൻ വരുന്നത് മരുഭൂമിയിൽ നിന്നാണ്. യഹൂദമതത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ മനുഷ്യൻ വരുമ്പോൾ സാധാരണ യഹൂദമതത്തിൻ്റെ യാതൊരു വേഷങ്ങളും ഈ മനുഷ്യനിലില്ല. ഇവൻ്റെ ജീവിത രീതി അഥവാ ജീവിത ശൈലി വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ഇവൻ്റെ വസ്ത്രധാരണം ഒന്ന് നോക്കിയാലും വളരെ വിചിത്രമായ ഒരു വസ്ത്രധാരണ രീതിയാണ്. യഹൂദ മതത്തിൻ്റെ ആ ഒരു കൃത്യമായ വസ്ത്രധാരണ രീതിയൊന്നുമില്ലാത്തൊരു മനുഷ്യൻ. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിനു വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ട ഈ മനുഷ്യൻ മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ച ആ വലിയ ദൈവിക ദർശനത്തോടെ ദൈവത്തിൻ്റെ ശബ്ദമാകുവാൻ വേണ്ടി ഇതാ വന്നിരിക്കുകയാണ്. യേശുവിന് മുന്നോടിയായി ഈ മനുഷ്യനെ ദൈവം അയച്ചിരിക്കുക. എന്തിനാണ് അയച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദമാകുവാൻ. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദ വോയിസ് ഓഫ് വൺ ക്രൈയിങ് ഇൻ ദ വിൽഡർനെസ്, മേക്ക് റെഡി ദ വേ ഓഫ് ദ ലോർഡ്, മേക്ക് ഹിസ് പാത്സ് സ്ട്രെയിറ്റ്. കർത്താവിന് വഴിയൊരുക്കാനാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന്, കർത്താവ് ജീസസ്, യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി പിതാവായ ദൈവം മുന്നോടിയായിട്ട് അയച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. വഴി നിരപ്പാക്കുവാനുള്ള നിയോഗമാണ് യോഹന്നാൻ്റെ മേലുള്ളത്. വഴി നിരപ്പാക്കുന്നത് എങ്ങനെയാണെന്നല്ലേ? വഴി നിരപ്പാക്കുന്നത് തൻ്റെ ശബ്ദത്തിലൂടെയാണ്. പ്രവാചക ശബ്ദം, പ്രൊഫറ്റിക് മിനിസ്ട്രി. കൃത്യമായി ദൈവത്തിൻ്റെ ശബ്ദം തന്നിലൂടെ പുറപ്പെടുന്നു. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ, യോഹന്നാൻ്റെ പുറം മോടിയേക്കാൾ വസ്ത്രധാരണ രീതിയോ തൻ്റെ ജീവിത ശൈലിയോ അല്ല ഇവിടെ വിഷയം. താൻ റിസീവ് ചെയ്ത ദൈവികമായ ദർശനത്തെ ശബ്ദമായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് വലിയ നിയോഗം പ്രാപിച്ച ഈ മനുഷ്യൻ്റെ വരവ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ഞാൻ ഉൾപ്പെടെ അത് തിരിച്ചറിയണം. നാം ദൈവത്തിൻ്റെ ശബ്ദമാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് മറക്കരുത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, ദ വോയിസ് എന്നാണ് പറയുന്നത്. യോഹന്നാൻ ഒരു ശബ്ദം മാത്രമാണ്. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവമല്ല ഇവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ. ഇവിടെ യോഹന്നാൻ ഒരു ശബ്ദമായി, യോഹന്നാൻ ഒരു ദൈവത്തിൻ്റെ ദർശനങ്ങളുടെ ഒരു ചാനലായി, അത് പങ്കുവെക്കുന്ന ചാനലായി മാറുകയാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ശബ്ദമാകാനാണ്. നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സ്ഥാനങ്ങളോ നമ്മുടെ സഭയോ അല്ല വിഷയം. ദൈവത്തിൻ്റെ സന്ദേശത്തിൻ്റെ ചാനലാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഈ മീറ്റിങ്ങിൽ, ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ ഉണ്ട്, സുവിശേഷകരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാകുവാനാണ്. ശബ്ദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ആകുവാൻ ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃത്യമായ ഗൈഡൻസും ഇടപെടിയിലും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവിക ശബ്ദത്തെയും മറ്റുള്ള ശബ്ദത്തെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ സമൂഹത്തിലേക്ക്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലേക്ക്, നമ്മുടെ സംസ്ഥാനത്തിലേക്ക്, രാജ്യത്തിലേക്ക് പകരുമ്പോൾ അവിടെ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരും.
ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ യോഹന്നാൻ ശബ്ദമായി തീരുകയാണ്. യോഹന്നാൻ്റെ ശബ്ദത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. യോഹന്നാൻ സംസാരിക്കുന്ന ശബ്ദം കുറച്ച് ഘനമുള്ള ശബ്ദമാണ്. അത് കൃത്യമായി ആളുകളുടെ ഹൃദയത്തെ തകർക്കുന്ന ശബ്ദമാണ്. അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ മൂർച്ചയുള്ള ശബ്ദമാണ്. അതാണ് പ്രവാചകൻ്റെ ദൗത്യമെന്ന് പറയുന്നത്. പ്രൊഫറ്റിക് മാൻഡിൽ വീണ, പ്രൊഫറ്റിക് അനോയിൻറ്റിംഗ് ഉള്ള ഈ മനുഷ്യൻ വ്യത്യസ്തനായി ഇറങ്ങി വരികയാണ്. നമുക്കറിയാം, ശബ്ദത്തെ തിരിച്ചറിയാൻ സാധിക്കണം. പല വിധത്തിലുള്ള ശബ്ദമുണ്ട്. ചില മൃഗങ്ങൾക്കൊക്കെ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളെ അവരുടെ ചെവിയിൽ കേൾക്കത്തക്ക രീതിയിലാണ് ദൈവം ആ ആനിമൽസിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ കേൾക്കുവാൻ കഴിയുന്ന മൃഗങ്ങൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അത് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഫ്രീക്വൻസി, ആ ലെവലിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പല ശബ്ദങ്ങളുണ്ട്, മാനുഷിക ശബ്ദങ്ങളുണ്ട്. അത് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ശബ്ദമാണ്. നെഗറ്റീവായിട്ടുള്ള ശബ്ദങ്ങളുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ, നിങ്ങളുടെ സഭയിൽ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ, അഭിപ്രായങ്ങൾ കണ്ടേക്കാം. പക്ഷേ നിങ്ങൾ ഒരു ഫ്രീക്വൻസിയിൽ ഉള്ള ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മനസ്സിനെ ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളൊന്ന് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ തരത്തിൽ നിങ്ങളുടെ ബ്രെയിനെ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ, നിങ്ങളുടെ മനസ്സിനെ, ചിന്തകളെ, നിങ്ങളുടെ ഇമോഷൻസിനെ കൃത്യമായി ഒന്ന് ട്യൂൺ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിന് അതിന് കഴിയും എന്ന് നമുക്കറിയാം. നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്യത്തിൽ തന്നെ നിന്നുകൊണ്ട് അധികം വേദഭാഗങ്ങളൊന്നും എടുക്കാതെ, എന്നാൽ ആ സംഭവങ്ങളും വാക്യങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ പോകുന്നത് നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിധി കൊണ്ടാണ്, ഒരു പരിമിതി കൊണ്ടാണ്. ഇവിടെ കൃത്യമായി മനുഷ്യൻ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പാണ് അവൻ കഴിക്കുന്ന, ഈ യോഹന്നാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സന്ദേശം എന്താ? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. 7-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യം. ആ ശബ്ദം കണ്ടോ? You brood of vipers who want you to flee from the wrath to come. ഇവിടെ ഒരു വലിയ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ആ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ രക്ഷയുടെ ഒരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. ചില ന്യായവിധികൾ അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ വരാൻ പോകുന്നു. ആ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് പറയുന്ന ഒരു വലിയ രക്ഷയുടെ സന്ദേശമാണ് കൊടുക്കുന്നത്. പ്രവാചകൻ്റെ ദൗത്യമാണത്. മുന്നിൽ വരാൻ പോകുന്ന വിപത്തുകളെ കണ്ടുകൊണ്ട്, മുന്നിൽ വരാൻ പോകുന്ന വലിയ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് കൃത്യമായ ദർശനത്തോടെ ആക്യുറേറ്റായ പ്രോഫസി കൊടുക്കുകയാണ് ജനത്തിന്. അന്നത്തെ യഹൂദന്മാർക്ക് എല്ലാവരും കേട്ടില്ല, ചിലർ കേട്ടു. കേട്ടവർ എല്ലാവരും അനുസരിച്ചില്ല, ചിലർ അനുസരിച്ചു. അവർ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനം സ്വീകരിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. എല്ലാവർക്കും തൻ്റെ ശബ്ദത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദൈവശബ്ദത്തെ എല്ലാവർക്കും പിടികിട്ടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ മേലുള്ള ദൈവിക ദൗത്യമെന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ശബ്ദമാകാനാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വരത്തില്ല, എല്ലാവർക്കും അത് പിടികിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഈ നാവിനെ ഇന്ന് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാവിന് മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആ തീ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ പവർ, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം, അതെല്ലാം മാറാൻ പോകുകയാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം, ഞാൻ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്. ഞാൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ശുശ്രൂഷിക്കുന്ന ഒരു വൈദികനാണ്.
ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ശബ്ദം മാറാൻ പോകുകയാണ്, ചിലരുടെ തോട്ട് പാറ്റേൺ മാറാൻ പോകുകയാണ്, അതായത് ചിന്താഗതികൾ മാറാൻ പോകുകയാണ്. ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നിങ്ങൾ ഒരു ശബ്ദമായി തീരുവാൻ, കാലഘട്ടത്തിൻ്റെ ദൂത്, കാലഘട്ടത്തിൻ്റെ സന്ദേശം പറയുവാനായി ദൈവത്തിൻ്റെ ശബ്ദമാകുവാൻ പരിശുദ്ധ റൂഹ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന ഒരു നിലവിളിയുടെ ശബ്ദം. കൃത്യമായി ആ ശബ്ദത്തെ തിരിച്ചറിയുകയാണ്. അവിടെ എല്ലാം ശബ്ദമാണ്. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നോക്കിയാൽ, പഠിച്ചാൽ, വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തിയിൽ എങ്ങനെയാണ് കാണുന്നത്? ഉണ്ടാകട്ടെ എന്ന ശബ്ദമുണ്ടാകുകയാണ്. ശബ്ദത്തിൻ്റെ ശക്തി വലുതാണ്. നമ്മൾ തന്നെ പറയാറില്ലേ, ചില ആളുകൾ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്കാഴ്ന്നിറങ്ങുന്നു. മൈക്കുള്ളത് കൊണ്ടല്ല, നല്ല സിസ്റ്റം ഉള്ളത് കൊണ്ടല്ല, സൗണ്ട് സിസ്റ്റത്തിൻ്റെ മേന്മയല്ല, പക്ഷേ എന്തോ ആ ശബ്ദത്തിലൊരു പ്രത്യേകത, ആ ശബ്ദത്തിലൊരു അട്രാക്ഷൻ, ഹൃദയത്തിലേക്ക് ഇടിച്ചിറങ്ങുന്ന, നമ്മുടെ കർണപുടങ്ങളിലേക്ക് വളരെ ആഴത്തിലിറങ്ങുന്ന, നമ്മുടെ തലച്ചോറിലേക്ക് ഇറങ്ങുന്ന, അതുവരെ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ കൃത്യമായി വളരെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ചില ആളുകൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശബ്ദമാണ് അവരിലൂടെ സംസാരിക്കുന്ന, ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അതൊരു ഭാഷയാണ്. നമുക്കറിയാം, ഭാഷയും ശബ്ദവും തമ്മിൽ ബന്ധമുണ്ട്. ശബ്ദം മാത്രമാണെങ്കിൽ സാധിക്കുമോ? നമുക്കറിയാം, ഈ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, സംസാരശേഷിയില്ലാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ അവരുടെ ശബ്ദം അങ്ങനെ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല, ഭാഷ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ശബ്ദവും ഭാഷയും തമ്മിൽ ബന്ധമുണ്ട്. ശബ്ദവും ഭാഷയും തമ്മിൽ ബന്ധമുണ്ട്. ശബ്ദം മാത്രമുണ്ടായാൽ പോരാ, ഭാഷ കൃത്യമായിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന ഭാഷ കൃത്യമാണെങ്കിൽ മാത്രമേ കേൾക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രവാചക ദൗത്യമുള്ള ആളുടെ കമ്മ്യൂണിക്കേഷനിലാണ് ശബ്ദം മാത്രമല്ല, ശബ്ദവും ഭാഷയും കൂടെ കൂടിച്ചേരുമ്പോഴാണ് കൃത്യമായി ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന്, ദൈവത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ജനത്തിലേക്ക് എത്തിക്കുവാൻ ഒരു പ്രവാചകന് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ ഉപയോഗിച്ച ഭാഷ അല്പം കഠിനമായ ഭാഷയാണ്. സർപ്പസന്തതികളെന്നൊക്കെയാണ് വിളിക്കുക. അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? പ്രവാചകന്മാരെ കൊന്ന ഒരു ജനമാണ്. ഒരു ജനമെന്ന് പറയുമ്പോൾ അവരുടെ പിതാക്കന്മാർ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരെ കൊന്ന ജനമാണ്. യേശു അത് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ പ്രവാചകന്മാരെ കൊല്ലിച്ചവരാണ്, കൊന്നവരാണ്. ആ രക്തം ഇപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാബേലിൻ്റെ രക്തമൊക്കെ നിലവിളിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? അതൊക്കെ കൃത്യമാണ്. ശബ്ദത്തിന് വലിയ പ്രശ്നമുണ്ട്. വാ തുറന്ന് ഞാൻ പറഞ്ഞു, ശബ്ദം മാത്രം പോരാ, ഭാഷയും വേണം. യേശുവിനെ ഈ യഹൂദന്മാർ കൊന്നു. അതിനുശേഷം അവർ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. അതുപോലെ സംഭവിക്കുകയാണ്. AD 70 യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നു. ദേവാലയം മാത്രമല്ല തകർന്നത്, റോമൻ സൈന്യം ആ നാട് മുഴുവനും രക്തപ്പുഴയൊഴുക്കി എന്ന് കാണുവാൻ സാധിക്കും. അപ്പം നമ്മൾ പറയുന്ന വാക്ക്, ശബ്ദം, ഭാഷ, ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഒരു പ്രൊഫറ്റിക്കലായി, ഒരു പ്രവാചക ശബ്ദമായി മാറണമെങ്കിൽ ശബ്ദവും ഭാഷയും ഒരുപോലെ അനുഗ്രഹീതമാകണം. ദൈവത്തിൻ്റെ വിളി ലഭിച്ച, ദർശനം പ്രാപിച്ച ഈ യോഹന്നാൻ മരുഭൂമിയിൽ ഇത്രയും കാലം ധ്യാനിച്ച്, ഉപവസിച്ച്, പ്രാർത്ഥിച്ച് നേടിയെടുത്ത ദൈവികമായ അരുളപ്പാടുകൾ കൃത്യമായി യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമായി ഈ മനുഷ്യൻ ജനമധ്യത്തിൽ വായ് തുറക്കുമ്പോൾ തൻ്റെ ശബ്ദം അനുഗ്രഹീതമായി പരിശുദ്ധ റൂഹായുടെ വലിയ ശക്തി തൻ്റെ ശബ്ദത്തിൽ പ്രവഹിക്കുകയാണ്, തൻ്റെ ഭാഷയിൽ പ്രവഹിക്കുകയാണ്.
നമ്മൾ വായി തുറക്കുമ്പോൾ ശബ്ദം വരുന്നുണ്ട്, സത്യമാണ്. ചിലപ്പോൾ ആ ശബ്ദം വരുന്നത് സത്യമാണെങ്കിലും ഭാഷ കൃത്യമാകണമെന്നില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ, നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ ഭാഷയും പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹീതമാകുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ തോന്നുന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നുന്നെങ്കിൽ, തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെ കേൾക്കുന്ന ചില ആളുകളുടെ മേൽ ഈ സമയത്ത് പരിശുദ്ധ റൂഹായുടെ വലിയ കാറ്റടിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പലരെയും സ്പർശിക്കുന്നത് എനിക്കറിയാൻ സാധിക്കും. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ശബ്ദം മാറാൻ പോകുകയാണ്, നിങ്ങളുടെ ഭാഷ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ശബ്ദവും ഭാഷയും ഒരുമിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതമായി തീരുമ്പോൾ നിങ്ങൾ പ്രാപിച്ച ദൈവികമായ ദർശനങ്ങൾ, അരുളപ്പാടുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ദൂതായി മാറുകയാണ്, അത് കാലഘട്ടത്തിൻ്റെ സന്ദേശമായി മാറുകയാണ്. യേശു ചെറിയ ചെറിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. യേശുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ ലളിതമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ ഭാഷ, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പൂരിതമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ ശബ്ദമായി തീരാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇവിടെ യോഹന്നാനെക്കുറിച്ച് കൃത്യമായി വായിക്കുന്നത് കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാണ്. ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ ഞാനത് കണ്ടു, ഒരു ഹൈവേ ഒരുക്കുവാനാണ് വന്നിരിക്കുന്നത്. ചെറിയ ഒരു റോഡല്ല, മണ്ണിട്ട ഒരു റോഡല്ല, വളരെ വിശാലമായ, ഏറ്റവും നല്ല രീതിയിൽ പണിതിരിക്കുന്ന ആധുനിക നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിശാലമായി 2, 3, 4 വരികളിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന അതിവിശാലമായ പാതകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് ശബ്ദമാകാൻ വിളിക്കപ്പെട്ടതെന്നറിയാമോ? കർത്താവിന് വഴിയൊരുക്കാനാണ്. യേശു വരാൻ പോകുന്നു. യോഹന്നാൻ മരുഭൂമിയിൽ നിന്നും യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് യെശയ്യാവിൻ്റെ പ്രവചന നിവൃത്തി എന്ന് പറയുമ്പോൾ ആ പ്രവചന നിവൃത്തി എന്താ? കർത്താവിന് വഴിയൊരുക്കുവാനാണ്. കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട യോഹന്നാൻ തൻ്റെ ശബ്ദം കർത്താവിന് വഴിയൊരുക്കുന്ന ശബ്ദമാണ്. തൻ്റെ ഭാഷ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ്. എന്തിനായി സ്നാനമൊക്കെ നടത്തുന്നത്? മനസാന്തരപ്പെട്ടവരെയൊക്കെ ഈ മനുഷ്യൻ സ്നാനപ്പെടുത്തുകയാണ്. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ചിലതിനുള്ള മുന്നോടിയാണ്. ചില വഴികളൊക്കെ തുറന്ന് കൊടുക്കുകയാണ്. നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നവർക്ക് ചില പുതുവഴികൾ തുറന്നു വരുന്ന വലിയ ചില ദൈവപ്രവൃത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ ചിലരുടെ ജീവിതത്തിൽ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൃത്യമായി അത് വിശ്വസിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ദൈവീക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനാണ്, ഒരു പുരോഹിതനാണ്. എൻ്റെ മേലുള്ള ഈ പൗരോഹിത്യ അഭിഷേകമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ദൈവത്തിനു വേണ്ടി വഴി തുറക്കുവാനുള്ള, ദൈവജനത്തിന് അടയ്ക്കപ്പെട്ട വഴികളെ തുറന്നു കൊടുക്കാനുള്ള അധികാരമാണ് ഓരോ പുരോഹിതനും, ഓരോ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിക്കും, പൗരോഹിത്യ അഭിഷേകമുള്ള വ്യക്തിയുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ പകർന്നിരിക്കുന്നത്. അതേ അഭിഷേകമല്ലേ എന്നെ കേൾക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേൽ പകർന്നിരിക്കുന്നത്? ദൈവികമായ കൃപാവരങ്ങളെ ഞാൻ ബഹുമാനിക്കുകയും ആ കൃപാവരങ്ങൾ എന്നിലൂടെ ഒഴുകേണ്ടതിന് ഞാൻ പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ കൃത്യമായി എൻ്റെ ഉള്ളിലൊരു ബോധ്യം തരുന്നു. എന്നെയൊന്നും കാണിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു ബോധ്യം തരുന്നു. ഈ സന്ദേശം വളരെ ഗൗരവമായൊരു ആത്മീക സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറന്നാളുകളായി, ഒരുപക്ഷെ നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുന്ന ചില വാതിലുകളുണ്ട്, നാളുകളായി അടഞ്ഞിരിക്കുന്ന ചില വഴികളുണ്ട്. ഇതാ ഈ ദൈവിക ശബ്ദം മുഴങ്ങുമ്പോൾ ഇതെൻ്റെ ശബ്ദമായി നിങ്ങൾ എടുക്കണ്ട.
ഈ അച്ഛൻ്റെ ശബ്ദമായി നിങ്ങൾ എടുക്കേണ്ട, ഞാനൊരു സാധാരണക്കാരൻ. എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, സന്ദേശം ശബ്ദമായി, ഭാഷയായി നിങ്ങളിലേക്ക് വരുമ്പോൾ ചില വഴികളെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പുതിയ പ്രഭാതത്തിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്കും നാളെ രാവിലെ തന്നെ മറുപടി ഉണ്ടാകാൻ പോകുകയാണ്. നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പുതിയ പ്രഭാതത്തിൽ പുതിയ വലിയ ചില വഴി തുറക്കലിൻ്റെ വാർത്തകൾ നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിലും ഒരുപക്ഷെ നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഉറങ്ങിപ്പോയാലും നാളെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചില പുതിയ നാമ്പുകൾ പൊട്ടി മുളച്ച് നിങ്ങളുടെ വീടിൻ്റെ മുൻപിൽ നിൽക്കുന്നത് അത്ഭുതമായി കാണാൻ പോകുകയാണ്. യോഹന്നാനെ ഇത്രയും നാളും മരുഭൂമിയിൽ ദൈവമിട്ടത് ശബ്ദമായി തീരാനാണ്. കർത്താവിന് വഴിയൊരുക്കുന്നൊരു മനുഷ്യൻ. എന്നെയും നിങ്ങളെയുമൊക്കെ വിളിച്ച് ഈ ദൈവികമായ മുന്തിരിത്തോട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് അനേകർക്കു വേണ്ടി വഴി നിരപ്പാക്കുവാനാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ JCB ഉണ്ട്. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും JCB ആളുകൾ ഉപയോഗിക്കാറുണ്ട്, ചെറുതും വലുതുമായ കാര്യങ്ങൾക്കൊക്കെ. ആ മെഷീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? മിനിറ്റുകൾ കൊണ്ട് ചില വഴികളൊക്കെ നിരപ്പാക്കി കൃത്യമായി നല്ല പാതയൊരുക്കി സഞ്ചാരയോഗ്യമാക്കി ഒക്കെ തീർക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ശബ്ദമായി, ഭാഷയായി ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. അത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായി തീരട്ടെ. നാളുകളായി തുറക്കാത്ത ചില ഉദരങ്ങളെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തിനായി പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. തലമുറകളുടെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഈ മീറ്റിങ്ങിൽ, ഈ ഓൺലൈനിൽ, ഈ സെഷനിൽ എന്നെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധ റൂഹ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. കരിസ്മാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ഈ രാത്രിയിൽ ഫീൽ ചെയ്യാൻ സാധിക്കുക. വായിച്ച ഭാഗത്തിലേക്ക് മടങ്ങി വരട്ടെ. ദ വോയിസ് ഓഫ് വൺ ക്രൈങ് ഇൻ ദ വിൽഡർനെസ്. ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ശബ്ദമാണ്. യോഹന്നാൻ സ്നാപകൻ എന്ന പേരിനേക്കാളും അപ്പുറത്ത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്. എനിക്കും നിങ്ങൾക്കുമൊക്കെ മാതാപിതാക്കളിട്ട പേരുണ്ട്. എന്നാൽ ആ പേരിൻ്റെ കാളും അപ്പുറത്ത് നമ്മുടെ പേര് മാറാൻ പോകുകയാണ്. ദ വോയിസ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് ആ വരുന്നതെന്ന് നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയണം. ആ വരുന്നത് തോമസ് എന്നയാളല്ല, ആ വരുന്നത് മാത്യു എന്ന ആളല്ല, ആ വരുന്നത് ജോസഫ് എന്ന ആളല്ല, ആ വരുന്നത് ഡോക്ടർ അനിൽ എന്ന് പറയുന്ന ആളല്ല, മറിച്ച് അത് വരുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ മനുഷ്യൻ വായ തുറന്നാൽ പുറത്തു വരുന്നത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെ ചില അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ വെളിപ്പെടും. ചില ആളുകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അയ്യോ ഇന്നയാൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വാ തുറന്നാൽ മതി, അനുഗ്രഹമല്ല മുഴുവനും അനുഗ്രഹത്തിന് വിപരീതമായ ശാപമാണ് സംഭവിക്കുക, നെഗറ്റീവാണ് സംഭവിക്കുക. ആ മനുഷ്യൻ വാ തുറന്ന നെഗറ്റീവാണ് പറയുന്നത്. ആ മനുഷ്യൻ വീട്ടിലേക്ക് വന്നാൽ, സഭയിലേക്ക് വന്നാൽ ഉള്ള ആളുകളും കൂടെ അങ്ങ് പോകും. യേശുക്രിസ്തുവിനെ അറിഞ്ഞു വന്ന ആളുകളും കൂടെ അടുത്ത ആഴ്ച വരാതാകും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ആ ആൾ വന്നു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചില അനുഗ്രഹങ്ങളും അതോടെ മാറിപ്പോകും. നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ, ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട്
നമ്മുടെ വീട്ടിൽ മാങ്ങയൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുക, വളരെ നല്ല വലിയ പഴുത്ത മാങ്ങ. അയ്യോ, നല്ല മാങ്ങയൊക്കെ ആണല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാൻ, ഇതൊക്കെ മാങ്ങ കാണാൻ തന്നെ രസമുണ്ട്. അടുത്ത ദിവസം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഉള്ള മാങ്ങയെല്ലാം താഴ്വീണ് കിടക്കുന്നു, പുഴുവെല്ലാം കൂടെ കയറി എല്ലാം പോയിരിക്കുന്നു. ചില ആളുകളുടെ നാക്കിൻ്റെ ശബ്ദത്തിന് ഒരു നെഗറ്റീവ് ശക്തിയുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊക്കെ സംഭവിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. എന്നാൽ ചില ആളുകൾ പറഞ്ഞു വിടുന്ന വാക്കുകൾക്കൊരു വലിയ അധികാരമുണ്ട്. ആ അധികാരത്തോടെ അവർ പുറപ്പെടുവിക്കുന്ന ചെറിയ ശബ്ദം പോലും ചിലതിനെ തുറക്കുന്നതാണ്. എഫദ, ചെവി തുറന്നു വരിക എന്ന് വിളിച്ചു പറയുകയാണ്. എഫദ, ഇവൻ്റെ ചെവി തുറന്നു വരട്ടെ. ഇവൻ നാളുകളായി ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എഫദ, തുറന്നു വരിക എന്ന അർത്ഥത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. ഒരു വേർഡാണ്, ഒരു വാക്കാണ് എഫദ എന്ന വാക്ക്. ആ വാക്ക് പറയുമ്പോൾ തന്നെ അവിടെ ഇതുവരെ തുറക്കാത്തത് തുറന്നു വരികയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ ചില അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് തുറന്ന് കൊടുക്കുകയാണ്. വളരെ കൃത്യമായി എനിക്കത് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എൻ്റെ ഉള്ളിൽ അത് ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട, ഒഴുകിയിറങ്ങേണ്ട ചില അരുവികൾ അത് നിങ്ങളുടെ ജീവിതത്തിന് തണുപ്പേകുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ഊർജം പകരുന്ന ചില അരുവികൾ പോലെ അതൊക്കെ തുറന്നു വരുന്നതായി ദൈവാത്മാവെന്നെ ഉള്ളിൽ ബോധ്യം തരുന്നു. ശബ്ദത്തിൻ്റെ പ്രത്യേകത കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറുക. ഈ കാലഘട്ടത്തിനാവശ്യം, യോഹന്നാൻ്റെ കാലഘട്ടത്തിനാവശ്യം ആ ശബ്ദമായിരുന്നു. സർപ്പസന്തതികളെ എന്ന ശബ്ദമായിരുന്നു. ഈ കാലഘട്ടത്തിലെ അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം നാം ഒക്കെ പല രീതിയിൽ പാപത്തിന് അധീനരായ, അല്ലെങ്കിൽ പാപത്തിൻ്റെ സ്വാധീനമുള്ള ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അത്ര വലിയ വിശുദ്ധിയൊന്നും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവൻ്റെ ശബ്ദമാകാൻ സാധിക്കുമോ? ചിലരെ നോക്കി പറയാമോ, നീ മരിച്ചു കിടക്കുക, സത്യമാ, നീ എഴുന്നേൽക്കാൻ പോകുകയാണ്. നീ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കടയിലാണ് കിടക്കുന്നത്, വിദ്യാഭ്യാസമില്ല, നിനക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ പോകുകയാണ്. നീ സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലാണ്, നീ മുൻനിരയിലേക്ക് വരാൻ പോകുകയാണ്. നീ മദ്യപാനിയാണ്, നിന്റെ മദ്യപാനം ഇതോടെ നീ തന്നെ ഉപേക്ഷിക്കാൻ പോകുകയാണ്. നിന്റെ ശബ്ദത്തെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ഒരു തിരിച്ചറിവാണ് ആവശ്യം. ഉണ്ടാകട്ടെ എന്നൊക്കെയുള്ള ശബ്ദം, ലെറ്റ് ദെയർ ബി ലൈറ്റ്, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. ഇരുളായിരിക്കാം സാഹചര്യം, പക്ഷേ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ നിങ്ങൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ മറക്കുക. ബൈബിളിലെ ചില വാക്കുകൾ, ചില വചനങ്ങൾ, അതുതന്നെയാണ് ഞാനും പറയുന്നത്. ലെറ്റ് ദെയർ ബി ലൈറ്റ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകളാണ്. ഞാൻ ഇത്രയും സമയം പ്രസംഗിച്ചു. ഞാൻ ന്യായവിധി പ്രസംഗിച്ചില്ല, ഞാൻ ശാപകരമായ കാര്യങ്ങൾ പ്രസംഗിച്ചില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഉപവസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങളായിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായി അറിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇരുളാണ് സാഹചര്യം, പക്ഷേ അവിടത്തെ വെളിച്ചമുണ്ടാകാൻ പോകുകയാണ്. നിങ്ങളുടെ നാവിലൊരു അധികാരമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദ വോയിസ് ഓഫ് വൺ ക്രൈങ് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ്. ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയണം, ആളുകൾ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം, വിളിച്ചു പറയണം. ക്രിസ്തുവിനെ അറിയാത്തവർ പറയണം, ആ വരുന്നത് സാധാരണ മനുഷ്യനല്ല. ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു. ആ മനുഷ്യൻ്റെ ശബ്ദത്തിനൊരു പ്രത്യേകത തോന്നുന്നു. ആ മനുഷ്യൻ്റെ നോട്ടത്തിനൊരു പ്രത്യേകത തോന്നുന്നു. യോഹന്നാനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കി. കാര്യം ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക സ്റ്റൈല്.
യോഹന്നാൻ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. ഈ യഹൂദ പശ്ചാത്തലത്തിൽ, യഹൂദ മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, യഹൂദ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഹന്നാനെ വേറിട്ട് നിർത്തിയത് യോഹന്നാൻ്റെ ആ ഒരു ശബ്ദമാണ്. യോഹന്നാൻ്റെ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ ബെഗേഴ്സ് ഉണ്ട്, പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവരും പല വിധത്തിൽ ഉള്ള വസ്ത്രമാണ്, കൂടിയ വസ്ത്രങ്ങളൊന്നും അല്ല ധരിച്ചിരിക്കുന്നത്. പക്ഷേ യോഹന്നാനെ എല്ലാവരും ശ്രദ്ധിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് യോഹന്നാൻ്റെ ശബ്ദം വേറിട്ടതായിരുന്നു. നിങ്ങളുടെ ശബ്ദം വേറിട്ടതാണെങ്കിൽ, നിങ്ങളുടെ ശബ്ദം പ്രത്യേകതയുള്ളതാണെങ്കിൽ നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ചില ആൾക്കാരോട് വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ശബ്ദം മാറാൻ പോകുകയാണ്. നിങ്ങൾ ഒരു വേറിട്ട ശബ്ദം ആയിത്തീരുവാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു വേറിട്ട ശബ്ദമാണ്, പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഭാഷ ആ ശബ്ദവുമായിട്ട് ചേർന്ന് വരുന്നില്ല. ശബ്ദവും ഭാഷയും ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകാൻ പോകുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധ ആത്മാവ് വളരെ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, വളരെ ഹൃദ്യമായ ഇടപെടൽ ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ കൃത്യമായ ശബ്ദത്തോട് നിങ്ങൾ പ്രതികരിക്കണം. നമ്മുടെ സമയം ഏകദേശം തീരാൻ പോകുന്നു. 3 മിനിറ്റ് കൂടെയാണ് ഇനിയും ബാക്കിയുള്ളത്. 2-3 മിനിറ്റുണ്ട്. ആ ചെറിയ ഒരു മിനിറ്റുകൾക്കകത്ത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശബ്ദത്തിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് കൃത്യമായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ശബ്ദത്തെ മാറ്റണമേ, വേറിട്ടൊരു ശബ്ദമായി ദൈവത്തിൻ്റെ ചാനലാക്കി എന്നെ മാറ്റണമേ. പ്രൊഫറ്റിക്കലായിട്ടുള്ളൊരു വോയിസ് ഞാൻ വിളിച്ചു പറയുമ്പോൾ ആളുകൾ എന്നെ ശ്രദ്ധിക്കണം. എപ്പോഴും പറയുന്നത് പോലെയല്ല, എപ്പോഴും പ്രസംഗിക്കുന്നത് പോലെയല്ല എൻ്റെ ശബ്ദം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ. എന്തിനാ ശ്രദ്ധിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഇവിടെ യോഹന്നാന് പ്രസക്തിയില്ല, പക്ഷേ ശബ്ദത്തിനും ഭാഷയ്ക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജിനും ഒരു വ്യത്യസ്തതയുണ്ട്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ശബ്ദവും ഭാഷയും സന്ദേശത്തെയും പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിനെ ഇപ്പോൾ തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ നാവിനെ സ്പർശിക്കാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ മേലിറങ്ങി വരുന്നത് എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്നു. പരിശുദ്ധാത്മാവ് ചില നാവിനെ സ്പർശിക്കുന്നത്, ചില ശബ്ദത്തെ സ്പർശിക്കുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പാട്ടുപാടുന്ന ആളുകളുണ്ട്, നന്നായി സിംഗ് ചെയ്യുന്ന, നന്നായി പാട്ടുകൾ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളെന്നും പാടുന്നത് പോലെയല്ല. നിങ്ങൾ പാടുമ്പോൾ, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആളുകളെ സ്പർശിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ഈ ഫേസ്ബുക്ക് ചാനലിനെ ഒരു ശബ്ദമാക്കി തീർക്കുവാൻ പ്രിയപ്പെട്ട ദൈവദാസൻ സിജു കുന്നേൽ, ആ ദൈവദാസന് ദൈവം ഒരു പ്രത്യേക നിയോഗം കൊടുത്തിരിക്കുന്നു. ദൈവദാസനെ പ്രത്യേകമായി നന്ദി ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ഈ ചാനൽ ദൈവത്തിൻ്റെ ശബ്ദമായി മാറാൻ പോകുകയാണ്. ഈ ചാനലിന് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്, കൂടുതൽ ആളുകൾ ഇത് ഷെയർ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് നിൽക്കുന്ന ഈ മിനിസ്ട്രിയുടെ ഈ ലെവലുകളൊക്കെ മാറിയിട്ട് ലോകം മുഴുവനും ദൈവത്തിൻ്റെ ശബ്ദമായി തീരുവാൻ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തെ പറയുവാൻ ഈ ചാനലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവം നിങ്ങളെ ചാനലാക്കി മാറ്റാൻ പോകുകയാണ്. ചാനൽ ഓഫ് ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ പോകുകയാണ്. ചാനൽ ഓഫ് ബ്ലെസ്സിങ്. എനിക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് ലഭിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സമയം തീർന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കേബിളുകൾ വലിക്കും, ടെലിവിഷൻ ചാനലുകൾ ലഭിക്കുവാൻ, ഇൻ്റർനെറ്റ് ലഭിക്കുവാൻ കേബിളുകൾ വലിക്കും. പക്ഷേ ഇപ്പോൾ സംഗതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, D2H, ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നലുകൾ റിസീവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ചാനലുകൾ നമ്മൾ കാണുന്നത്. അതോടൊപ്പം ഇൻ്റർനെറ്റ് ഇനിയും വരാൻ പോകുകയാണ്. ഇലോൺ മസ്ക് പറഞ്ഞു കഴിഞ്ഞു, അവരുടെ ഒരു പ്രത്യേക സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകാൻ പോകുകയാണ്. എല്ലാം നേരിട്ട്. അപ്പോൾ കാലം മാറുന്നതിന് അനുസരിച്ച് ശബ്ദത്തെ സ്വീകരിക്കുന്ന
രീതികൾക്ക് മാറ്റം വരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് വഴി, ഇൻ്റർനെറ്റ് വഴി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു ശബ്ദമായി തീരുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഈ ഡിജിറ്റൽ വേൾഡിലൂടെ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദമായി തീരുവാൻ, ദൈവത്തിൻ്റെ വോയിസായി തീരുവാൻ, യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം, ഇതാ ദൈവത്തിൻ്റെ ശബ്ദമായവൻ വരുന്നു. മരുഭൂമിയിൽ നിന്ന് പ്രാപിച്ച ദർശനം, യെശയ്യാവിൽ നിന്ന് ആ ക്ലൈമാക്സിൻ്റെ ആ ഒരു ദൂത് പറയാൻ വേണ്ടി, ആ ഒരു പ്രൊഫറ്റിക്കൽ വോയിസ് പറയാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്നു. കാലഘട്ടങ്ങൾക്ക് മുൻപേ പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചതാണ്. ആ പ്രവചനം ഇവിടെ നിവർത്തീകരിക്കുന്നു. ഇതാ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ വാക്കാണിത്. 3-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ദ വോയിസ് ഓഫ് വൺ ക്രൈങ് ഇൻ ദ വിൽഡർനെസ്. ഈ മനുഷ്യൻ നിന്ന് കരയുകയാണ്, ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരം നൽകിയതിൽ ആ പ്രിയപ്പെട്ട പാസ്റ്റർ സിജു കുന്നേലിനോടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.